ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലൂമിങ് ഇൻ ബാൺസ്ലി. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ്, എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്ട്സാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊന്നും ഒരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ യൂട്യൂബ് ചാനൽ. എനിക്കിഷ്ടപ്പെട്ട് യൂസ് ചെയ്ത സാധനങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക, ഇഷ്ടമില്ലാത്തവർ വാങ്ങിക്കാതിരിക്കുക, നോ ഫോഴ്സ്. അപ്പം ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടെ മെഡോ ഹോൾ ഉണ്ട്. മെഡോ ഹോളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഡക്ട്സും കിട്ടും. പിന്നെ നമുക്ക് ബാൺസ്ലി ടൗൺ സെൻറ്ററിൽ ബൂട്ട്സ്, സൂപ്പർ ഡ്രഗ് അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈൻ വാങ്ങിക്കേണ്ടവർക്ക് ഓൺലൈൻ വാങ്ങിക്കാം. ഞാനൊരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. വളരെ റെയറായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ ഓൺലൈൻ വാങ്ങിക്കാറുള്ളൂ. ബാക്കി സാധനങ്ങൾ എനിക്ക് സ്വയം ടെസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് റിച്വൽസ്. ഇത് നമ്മുടെ മെഡോ ഹോളിലുള്ളൊരു ഷോപ്പാണ് റിച്വൽസ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു ഷവർ ജെല്ലാണ്. ഇതിന് നല്ല മണമാണ്. ഈ ഷവർ ജെല്ലിന് കുളിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്കിന് ഇതിൻ്റെ മണം നിൽക്കും. നമ്മളൊരു പെർഫ്യൂം അടിച്ച പോലത്തെ ഒരു മണമാണ്. മണമൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതൊന്നും യൂസ് ചെയ്യരുത്, തലവേദന എടുക്കുമായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ നല്ല സ്ട്രോങ് സ്മെല്ലുള്ള ഒരു വിപ്പിംഗ് ബോഡി ക്രീമാണിത്. ഇതും റിച്വൽസിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതിനും നല്ല മണമാണ്. ഇത് നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ഇതും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫ്യൂം ഒന്നും യൂസ് ചെയ്യേണ്ട പ്രത്യേക ആവശ്യമില്ല. പിന്നെ ഇവിടെ UK-ലുള്ളവർക്കറിയാം, നമുക്ക് ഒരു ഫേഷ്യൽ ചെയ്യാനോ അതിനൊന്നിനും നമുക്കിവിടെ അധികം ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ അതൊക്കെ വളരെ എക്സ്പെൻസീവാണ്. ചെയ്യാൻ പറ്റിയവർക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നോർമലി നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ തന്നെ റിച്വൽസ് ഓഫ് ആയുർവേദ ഇവരുടെ തന്നെയാണ് ഈ ക്ലേ മാസ്ക്. ഇത് ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കുറേയൊക്കെ ഡ്രൈ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ കുറച്ചുകൂടെ ഡ്രൈ ആയ പോലെ തോന്നും. അപ്പം ഉടനെ തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സ്കിന്നിനൊരു ഗ്ലോ ഒക്കെ കിട്ടാൻ വീക്ക്ലി 1 or 2 ഒക്കെ യൂസ് ചെയ്യാൻ ഈ പ്രോഡക്റ്റ് ഒരുപാട് നല്ലതാണ്. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടെ UK-ൽ താമസിക്കുന്നവർക്ക് നമുക്കറിയാം, ജോലി, പിള്ളേരെ നോക്കണം, എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർക്ക് അധികം സ്കിൻ കെയറോ അതൊന്നും ചെയ്യാൻ വേണ്ടി സമയം കിട്ടത്തില്ലായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസിൽ നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എല്ലാ ദിവസവും കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് എങ്ങനെയല്ലോ ഇനി കല്യാണം കഴിഞ്ഞു, പിള്ളേരായി, ഇനി എന്ത് സ്കിൻ കെയർ അങ്ങനെയൊന്നും അങ്ങനെ നമ്മൾ ഡീമോട്ടിവേറ്റ് ആകരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സ്കിന്നൊക്കെ വളരെ നല്ലതായിട്ട് സൂക്ഷിക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പറ്റിയൊരു മോയ്സ്ചറൈസറാണ് സെറാവെ. ഇത് മാത്രം യൂസ് ചെയ്യാൻ താല്പര്യമുള്ളതിലും സെറാവയുടെ മോയ്സ്ചറൈസർ വളരെ നല്ലതാണ്. ഇത് ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ. ഞാൻ ആദ്യം വന്ന സമയത്ത് ഇത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളായിരുന്നു. എനിക്ക് സ്കിൻ കെയറിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്ന സമയത്ത് സെറാവെ മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളായിരുന്നു, വിച്ച് ഈസ് റിയലി ഗുഡ്. ഓക്കെ, അതിൻ്റെ മണ്ടയ്ക്ക് വേറെ ഒന്നും തൂത്തില്ലേലും കുഴപ്പമില്ല. പിന്നെയാണ് നമ്മൾ സൺസ്ക്രീന്, ടാനിങ്, അങ്ങനത്തെ പല കാര്യങ്ങളെ പറ്റിയൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, പിള്ളേർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹസ്ബൻഡ് യൂസ് ചെയ്യും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഫസ്റ്റ്. ഇതൊരു കൊറിയൻ പ്രോഡക്റ്റാണ്. ഇത് ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ ജിൻസങ് എസൻസ് വാട്ടർ. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മെഡോ ഹോളിലുള്ള ഒരു കൊറിയൻ ഷോപ്പുണ്ട്, കെ ബ്യൂട്ടി എന്നോ അങ്ങനെ കണ്ടെന്തോ, താഴത്തെ ഫ്ലോറിലുണ്ട് കേട്ടോ. ഇതവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇത് കുറേ നാൾ യൂസ് ചെയ്യാം. വേണമെങ്കിൽ വല്ല സ്പ്രേ ബോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഫേസിലോട്ട് സ്പ്രേ ചെയ്യാൻ ചെയ്യാം. അല്ലെ ഇങ്ങനെ തന്നെ കയ്യിലോട്ട് എടുത്തിട്ട് വേണമെങ്കിലും. ഇതൊരു വെള്ളം പോലത്തെ സാധനം. ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ടോണറാണിത്. പ്രത്യേകിച്ച് വലിയ മണമൊന്നുമില്ല, നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും തോന്നത്തുമില്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ട ഡെഫിനറ്റ്ലി ഞാനൊരു സീറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ 3 സാധനം ഡെഫിനറ്റ്ലി യൂസ് ചെയ്തിരിക്കും എല്ലാ ദിവസവും. അത് ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഡ്യൂട്ടി ഇല്ലേലും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു സീറമാണ് ഇത് സെഫോറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്. സെഫോറ, ഇത് നമുക്ക് മെഡോ ഹോളിൽ സെഫോറയുടെ ഷോപ്പുണ്ട്, അവിടെ വാങ്ങിക്കാൻ കിട്ടും. AM and PM ഗ്ലോ സീറം. ഓക്കെ, സെഫോറയുടെ ഗ്ലോ സീറം, ഓറഞ്ച് കളർ. ഇത് നല്ല, ഇതിനും അധികം എന്നാ പറയുന്നത്, ഒട്ടിപ്പെടുത്തോ അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു വാട്ടർ ബേസ് പോലത്തെ ഒരു സാധനം. ഇതിനും അധികം മണമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് മണമൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഒരുപാട് നല്ലതാണ്. ചില ആൾക്കാർക്ക് തലവേദനയൊക്കെ എടുക്കത്തില്ല ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ, അധികം മണമുള്ള പ്രോഡക്റ്റ്സൊക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്. പിന്നെ സെഫോറയിൽ പോയപ്പം അവർ തന്നെ റെക്കമെൻഡ് ചെയ്ത 2 സാധനമാണ്. ഒന്ന് ഇത് ഐ ക്രീം, അണ്ടർ ഐ ക്രീം. ഇത് വൈറ്റമിൻ സിയും ഹൈൽറോണിക് ആസിഡൊക്കെ ഉള്ള ഒരു സെഫോറ ഗ്ലോ എന്ന് പറയുന്ന അണ്ടർ ഐ ക്രീമാണ്. അത് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ട്, അല്ലെ ഉറക്കമില്ല, കുഞ്ഞുങ്ങളുള്ളവർ, അണ്ടർ ഐ ഡാർക്ക്നെസ് ഉള്ളവർക്ക് ഇത് ബെസ്റ്റ് ക്രീമാണ് കേട്ടോ.
അപ്പം ഈ ക്രീമിൻ്റെ തന്നെ മോയ്സ്ചറൈസറും കിട്ടും. പക്ഷെ അവരെനിക്ക് വേറൊരു മോയ്സ്ചറൈസറാണ് സജസ്റ്റ് ചെയ്ത്. ഇതും സെഫോറയുടെ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ബ്ലൂ കളർ. ഇതും വളരെ നല്ല മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ഐ ക്രീമുണ്ട്, ഇതിൻ്റെ മോയ്സ്ചറൈസറുണ്ട് അവിടെ. പക്ഷേ അവർ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാനാണെന്ന് പറഞ്ഞത്, വിച്ച് ഈസ് റിയലി ഗുഡ്. എനിക്കിത് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് സൺസ്ക്രീൻ. ഇപ്പോൾ ടോണറായി, ഗ്ലോ സിറമായി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നു, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു. ഇനി വേണ്ടത് എന്താ? സൺസ്ക്രീൻ. സൺസ്ക്രീൻ 2 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് പ്രത്യേകിച്ച് ഗ്ലോ ഒന്നും വരുത്തണ്ട, ചുമ്മാ സാധാരണ ഒരു അധികം ഒട്ടലൊന്നും ഇല്ലാത്ത ടൈപ്പിൽ യൂസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ബെസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീനാണ് ഇത്. ലാ റോഷെ പോസെ, ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ. ഇത് സൂപ്പർ ഡ്രഗിൽ നിന്ന് വാങ്ങിച്ചതാണേ. ഇത് നല്ലൊരു സൺസ്ക്രീനായത്. ഇതിങ്ങനെ കളർ ഇതൊന്നും വൈറ്റ് കാസ്റ്റ് ഒന്നും ഇതാക്കത്തില്ല. വളരെ നല്ലൊരു സൺസ്ക്രീന്, നല്ലതായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യുവേ. ഇത് നല്ലതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ടിൻറ്റഡ് സൺസ്ക്രീൻ. മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം കുറച്ചൊന്ന് ഫേസ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് ഗ്ലോ ആയിട്ടിരിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഇത്. ഡോട്ട് ആൻഡ് കീയുടെ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഈ സാധനം സൂപ്പർ ഡ്രഗിൽ നിന്നും ബൂട്ട്സിലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ സാധനം ആമസോണിൽ നിന്ന് ഞാൻ ആകെ വാങ്ങിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് ഇതും, പിന്നെ വേറൊരു സാധനം കൊണ്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ സെഫോറക്കാർ എനിക്ക് റെക്കമെൻഡ് ചെയ്തൊരു സൂപ്പർ ഗൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൺസ്ക്രീനാണ് ഈ സാധനം. ഇത് ടിൻറ്റഡ് ആണ്, പക്ഷേ എൻ്റെ ഫേസ് കോംപ്ലക്ഷൻ ആ ഒരു കളറുള്ള ആൾക്കാർക്കൊന്നും ഇത് എന്നെ സംബന്ധിച്ച് ചേരത്തില്ല കേട്ടോ. ഇത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് ലൈറ്റ്വുഡ് ഉണ്ട്, അതായിരിക്കും അവരെന്നോട് പറഞ്ഞ് ഇതാ ചേരുന്നതെന്ന്. പക്ഷേ ഇത് തൂത്ത് കഴിയുമ്പോൾ ഒരുമാതിരി പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കുന്നത്. അപ്പം ഞാൻ അല്ലേ എന്നാ പറയുന്നത്, ഒരു ഗ്ലിറ്ററി ഫീലിങ്. ചിലപ്പോൾ നല്ലതായിരിക്കും, എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല ഈ സാധനം. ഇത് പക്ഷേ ഇതിന് വില കൂടുതൽ, 10-30 പൗണ്ടിൻ്റെ അടുത്തെങ്ങാണ്ട് ഈ സാധനം. കുറേ നാൾ മുമ്പ് വാങ്ങിച്ചത്, പക്ഷേ ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യത്തില്ല. മറ്റേ രണ്ടുമാണിത് നല്ലത്. പിന്നെ നമ്മൾ നോർമൽ സൺസ്ക്രീനാണ് യൂസ് ചെയ്തത്. ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇത്രേ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ എൻ്റെ ഷെയ്ഡിന് പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ് മെബിലിൻ്റെ ലിപ്പി 10. ഇതും ബൂട്ട്സ്, സൂപ്പർ ഡ്രഗ് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. വളരെ നല്ല ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്കാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇനിയിപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും പോവുകയാണ്, അപ്പം ഇതിൻ്റെ മണ്ടയിൽ യൂസ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഈ ഒരു ഫ്ലിക്ക, ഇതിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര ഷൈനിങ് ആണ്, ഗ്ലോ ആണെന്നൊക്കെ. എനിക്ക് എന്തോ ഒരു വാട്ടറി ഫീലിംഗ് തോന്നുന്നു, അല്ലാതെ അത്ര വലിയ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സാധനമൊന്നുമല്ല. മോയ്സ്ചറൈസറാണ് കേട്ടോ, വേണേൽ യൂസ് ചെയ്യാം. പിന്നെ നല്ലൊരു സാധനമാണ് ഇത്, ടിർട്ടിറിൻ്റെ കുഷ്യൻ ഫൗണ്ടേഷൻ. ഇത് 29N നാച്ചുറൽ ബീച്ച് എന്ന് പറയുന്ന കളറാണ്. ഇത് നമ്മളുടെ ഒരു ഷെയ്ഡിന് നന്നായിട്ട് മാച്ച് ആകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഇങ്ങനെ ജസ്റ്റ് ഈ കുഷ്യൻ ഫൗണ്ടേഷൻ ഇതിനകത്തൊരു ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുകയേ ചെയ്യാവുള്ളൂ ഇങ്ങനെ. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല കവറേജാണ് ഇതിന്. പെട്ടെന്ന് ഇത് ബ്ലെൻഡ് ആകുകയും ചെയ്യും. ഇതിനെ അധികമായിട്ട് നമുക്ക് തൂക്കേണ്ട കാര്യമില്ല. സോ ഇറ്റ്സ് നല്ല ഷൈനിങ് ആണ്, ഗ്ലോയി ആണ്, നല്ലൊരു ഫിനിഷിങ് നമുക്ക് തരികയും ചെയ്യും. അപ്പം ഈ ഒരു ഫൗണ്ടേഷനെ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ വെളിയിൽ പോകുമ്പോൾ. ഇതിൻ്റെ മണ്ടയ്ക്ക് ചിലപ്പോൾ ആണെങ്കിൽ ഈ ഒരു പൗഡർ യൂസ് ചെയ്യും. ഇതും സ്റ്റുഡിയോ ലണ്ടൻ, ഇത് എനിക്കൊന്ന് സൂപ്പർ ഡ്രഗിൽ നിന്ന് വാങ്ങിച്ചത്. ഈ പൗഡർ ലൂസ് പൗഡറാണ് കേട്ടോ. യൂസ് ചെയ്യണമെങ്കിൽ ഇതൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ ടിർട്ടിർ ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ്. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്തും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ. പിന്നെ നല്ലൊരു പെർഫ്യൂം കൂടെ സജസ്റ്റ് ചെയ്യാം, നാർസിസ്കോ റോഡ്രിഗസ്. വളരെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെത്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അറൗണ്ട് 100 പൗണ്ടിൻ്റെ അടുത്ത് വരും ഇത് നമുക്ക് പെർഫ്യൂം ഷോപ്പിൽ ബ്ലൂ ലൈറ്റ് കാർഡുള്ള NHS നഴ്സുമാർക്ക് ഡിസ്കൗണ്ടിൽ ഇത് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് നല്ലൊരു റെക്കമെൻഡഡ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബ്യൂട്ടി വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഐഡിയകളൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും വേറെ എന്തൊക്കെ കുക്കിങ്ങിനെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരത്തേക്കും see you, bye bye.